إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അനുഗ്രഹദാതാവായ അള്ളാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യത്താൽ അനുഗ്രഹീതമായ റമളാനിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നോമ്പെടുത്തും ദീർഘനേരം തറാവീഹ് നമസ്കരിച്ചും വിശുദ്ധ ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ചും ദിക്റുകളിലും ദുആഉകളിലും മുഴുകിയും ദാനധർമ്മങ്ങളിൽ കൂടുതൽ താൽപ്പര്യം കാണിച്ചും മതവിജ്ഞാന സദസ്സുകളിൽ പങ്കെടുത്തുമൊക്കെ ഈ ദിനരാത്രങ്ങളെ ധന്യമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഒരൽപ്പം പ്രയാസപ്പെട്ടും ത്യാഗം സഹിച്ചും തന്നെയാണ് ഇത്തവണ നാം നോമ്പെടുക്കുന്നത്. ശക്തമായ വെയിലും ചൂടുമൊക്കെ ചിലരെയെങ്കിലും തളർത്തുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതൊന്നും നോമ്പിനോട് ഒരു മടുപ്പ് തോന്നാൻ ഒരു വിശ്വാസിക്ക് കാരണമായിക്കൂടാ. കാലത്തെ ചീത്ത പറഞ്ഞ് ചൂടിനെ പഴിച്ച് നോമ്പിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന ഒന്നും വിശ്വാസികളെ നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. രണ്ടു നേതാക്കന്മാർ ഒന്നിച്ചെത്തിയ സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ആരാണ് ആ രണ്ട് നേതാക്കന്മാർ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന സയ്യിദ ശുഹൂരി റമളാൻ, മാസങ്ങളുടെ നേതാവ് റമളാനാണ്. വസയ്യിദൽ അയ്യാം യൗമുൽ ജുമുഅ, ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയാണ്. ഈ വർഷത്തെ പരിശുദ്ധ റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് ഞാനും നിങ്ങളുമുള്ളത്. റമളാനിനെയും ജുമുഅയെയും ചേർത്തിപ്പറഞ്ഞ വേറെയും ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അസ്സലവാത്തുൽ ഖംസു, 5 നേരത്തെ നമസ്കാരം, വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെയുള്ള സമയം, വ റമളാനു ഇലാ റമളാൻ,
ഒരു റമദാൻ മറ്റൊരു റമദാൻ വരേക്കുള്ള മുകഫിറാത്തും മാ ബൈനഹുന്ന്, അവക്കിടയിലുള്ള പ്രായശ്ചിത്തമാണ്, പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. ഇദജുതിനിബൽ കബായിർ, വൻ പാപങ്ങൾ ഉപേക്ഷിക്കുന്നുവെങ്കിൽ. സഹോദരങ്ങളെ, നമ്മുടെ നമസ്കാരങ്ങളെ കൊണ്ട്, നമ്മുടെ ഈ ജുമഅയെ കൊണ്ട്, നമ്മുടെ നോമ്പുകളെ കൊണ്ട് പ്രധാനമായി നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ പാപങ്ങളിൽ നിന്നുള്ള, തെറ്റുകുറ്റങ്ങളിൽ നിന്നുള്ള പ്രായശ്ചിത്തവും പരിഹാരവുമാണ് എന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ചെറുദോഷങ്ങൾ നമ്മുടെ അമലുകളെ കൊണ്ട് പൊറുക്കപ്പെട്ടേക്കാമെങ്കിൽ, അതല്ലാത്ത പാപങ്ങൾ പൊറുത്തു കിട്ടണമെങ്കിൽ, അതുകൊണ്ടാണ് ഇദുജുതിനബൽ കബായിർ, വൻ പാപങ്ങളില്ലെങ്കിൽ എന്ന് പറയാൻ കാരണം. മറ്റു പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ ആത്മാർത്ഥമായ തൗബ വേണം. പാപികളാണ് നമ്മൾ, തെറ്റുപറ്റിയവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ അറിയാതെയും അറിഞ്ഞും പാപപ്പിഴവുകൾ വന്നു പോയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. മനുഷ്യ സഹജമായി സംഭവിക്കുന്ന കാര്യങ്ങളാണവയെല്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താ, എല്ലാ മനുഷ്യനും തെറ്റുപറ്റുന്നവരാണ്, തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, അവരേറ്റവും നല്ലവർ തൗബ ചെയ്യുന്നവരാണ്. പ്രിയമുള്ളവരെ, ഈ റമദാനിൽ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പാപവും ബാക്കിയില്ലാത്ത വിധം ഞാൻ തൗബ ചെയ്യാൻ തയ്യാറാകണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും തൗബ ചെയ്യാൻ ആവശ്യപ്പെടുകയും അവിടുന്ന് തൗബ ചെയ്ത് മാതൃക കാണിക്കുകയും ചെയ്തു. ജനങ്ങളെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പറയുമായിരുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മനുഷ്യരെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം. പശ്ചാത്തപിച്ച് ഖേദിച്ച് റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങണം. ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ, ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഒരു ദിവസം 100 തവണ തൗബ ചെയ്യുന്നുണ്ട് എന്ന് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട നബിയുന വ ഹബീബുന സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, തിന്മകളോടുകൂടി നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടിയാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പാപം പോലും ബാക്കിയാകാത്ത വിധം ഖൽബുൻ സലീം, കുറ്റമറ്റ ഹൃദയത്തിൻ്റെ ഉടമയായി എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ എനിക്ക് സാധിക്കണം. അല്ലാഹു പറഞ്ഞു, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഒരു ദിവസം വരാനുണ്ട്. എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സന്താനങ്ങളോ സമ്പാദ്യങ്ങളോ ഉപകാരപ്പെടാത്ത ദിവസമാണ്. മക്കളോ സമ്പത്തോ ഉപകാരപ്പെടാത്തൊരു ദിവസമുണ്ട്. അവിടെ രക്ഷപ്പെടാൻ ആർക്കാണ് സാധിക്കുക? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരൊഴികെ. റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഖൽബുൻ സലീമായി, കുറ്റമറ്റൊരു മനസ്സുമായി റബ്ബിനെ കണ്ടുമുട്ടുന്നവർ മാത്രം രക്ഷപ്പെടുന്ന ഒരു ദിവസമാണ് അത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളായ നമ്മെ മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഗൗരവമുള്ളൊരു കാര്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കണം. തൗബതൻ നസൂഹാ, നിഷ്കളങ്കമായ തൗബ, ആത്മാർത്ഥമായ തൗബ നിങ്ങൾ ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുകയാണ്. സഹോദരങ്ങളെ, എന്താണ് തൗബതൻ നസൂഹ എന്ന് പറഞ്ഞാൽ? നിഷ്കളങ്കമായ തൗബ എന്ന് പറഞ്ഞാൽ, ആത്മാർത്ഥമായ തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ തൗബ ആത്മാർത്ഥമായ തൗബതൻ നസൂഹ ആകണമെങ്കിൽ പ്രധാനമായും 7 കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കണമെന്നാണ് ഉലമാ വിശദീകരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഖുതുബയിലൂടെ ആ 7 കാര്യങ്ങൾ ചുരുക്കി ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തൗബ, നമ്മുടെ പശ്ചാത്താപം, പാപങ്ങളിൽ നിന്നുള്ള നമ്മുടെ പൊറുക്കലിനെ തേടൽ ആത്മാർത്ഥമായി തീരണമെങ്കിൽ 7 കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, എൻ്റെ റബ്ബ് എല്ലാം പൊറുക്കുന്നവനാണ് എന്ന്, എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്ന, എൻ്റെ റബ്ബ് എന്നെ ശിക്ഷിക്കില്ല എന്ന, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന സദ്വിചാരമുണ്ടാവുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ റബ്ബ് പുറത്തു തരാൻ തയ്യാറാണ്. നാം പൊറുക്കലിനെ തേടാൻ തയ്യാറാണെങ്കിൽ, ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ നാം ചെയ്തു പോയ ഏത് പാപവും പൊറുക്കാൻ അള്ളാഹു കാത്തു നിൽക്കുന്നുണ്ട് എന്ന ബോധം മുഅ്മിനീങ്ങളെ ഒന്നാമതായി നമ്മുടെ മനസ്സിലേക്ക് വരണം. പ്രവാചകനോട്, ജനങ്ങളോട് ആവശ്യപ്പെടാൻ അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നബ്ബി ഇബാദി അന്നീ അനൽ ഗഫൂറുർ റഹീം.
നബി ഇബാദി, എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ, അന്നീ അനൽ ഗഫൂറുർ റഹീം, തീർച്ചയായും ഞാൻ ഏറെ പൊറുക്കുന്നവനാണ്, ഞാനാണ് പൊറുക്കുന്നവൻ, ഞാനാണ് കരുണ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു ഏറെ പാപം പൊറുക്കുന്നവനാണ് എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക. അവൻ ഗാഫിറാണ്, പാപം പൊറുക്കുന്നവനാണ്. അൽ ഗഫൂർ, ഏത് പാപവും പൊറുക്കുന്നവനാണ്. അൽ ഗഫാർ, എത്ര എണ്ണം പാപങ്ങളുണ്ടെങ്കിലും അത് പൊറുക്കുന്നവനാണ് അല്ലാഹു എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നതാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ. പകലിൽ തെറ്റ് ചെയ്തു പോയവൻ അതിനോട് തൗബ ചെയ്യാൻ രാത്രിയിൽ കൈനീട്ടി കാത്തു നിൽക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. രാത്രിയിൽ തെറ്റ് ചെയ്തവൻ അതിൽ നിന്ന് തൗബ ചെയ്യാൻ പകലിൽ അല്ലാഹു കൈനീട്ടി കാത്തു നിൽക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് ഒന്നാമതായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, ഞാൻ പശ്ചാത്തപിക്കാൻ തയ്യാറാണെങ്കിൽ പശ്ചാത്താപം സ്വീകരിക്കാൻ എൻ്റെ റബ്ബ് അതിലേറെ തയ്യാറാണ് എന്ന ബോധം നമ്മുടെ മനസ്സിലേക്ക് വരിക എന്നതാണ് ഒന്നാമത്തെ നിബന്ധനയായി, ഒന്നാമത്തെ കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, രണ്ടാമത്തേത്, ചെയ്തു പോയതിൽ നമുക്ക് അങ്ങേയറ്റത്തെ ഖേദമുണ്ടാകണം എന്നതാണ്. ഇതൊക്കെ സ്വാഭാവികമല്ലേ? ഞാൻ ചെയ്തത് അത്ര വലിയ തെറ്റൊന്നുമല്ലല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ഈ തിന്മകളൊക്കെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? ഞാൻ ചെയ്തതിലേറെ വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്ന എത്ര ആളുകൾ ഈ ലോകത്തുണ്ട് എന്ന ചിന്തയല്ല, മറിച്ച് ചെയ്തു പോയല്ലോ എന്ന നെടുങ്കേദം, മനസ്സിൻ്റെ വല്ലാത്ത വേദന, അരുതായിരുന്നു, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന കുറ്റബോധം, അതാണ് രണ്ടാമതായി നമുക്കുണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നദമു തൗബ, അന്നദമു തൗബ. അതേ, മനസ്സിൻ്റെ ആ നെടുങ്കേദമില്ലേ, ചെയ്തു പോയി എന്ന മനസ്സിൻ്റെ വേദന, അത് തന്നെയാണ് തൗബ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം, ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാവുക എന്നതാണ്. തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും എന്നിട്ട് എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൽ ഒരു കാര്യവുമില്ല. ജീവിതത്തിൽ ശിർക്ക് കടന്നു വന്നിട്ടുണ്ടോ? ബിദ്അത്തുകൾ സംഭവിച്ചു പോയിട്ടുണ്ടോ? നിഷിദ്ധമായ സമ്പാദ്യങ്ങളുണ്ടോ? അവിഹിത ബന്ധങ്ങളുണ്ടോ? കാലങ്ങളായി നിലനിൽക്കുന്ന പിണക്കങ്ങളുണ്ടോ? അവയെല്ലാം വേരോടെ പിഴുതെറിയണം. തൻ്റെ ജീവിതത്തിൽ നിന്ന് അവയെ ഒഴിവാക്കണം. അൽ-ഇഖ്ലാഉ അനിദ്ദംബ്, പാപത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു നിന്ന് മാറി നിന്നിട്ടായിരിക്കണം നമ്മുടെ തൗബ എന്നതാണ് മൂന്നാമത്തെ കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഭാഗത്ത് തിന്മകൾ അങ്ങനെ ചെയ്യുന്നു, മറുഭാഗത്ത് തൗബ അങ്ങനെ ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ആ തൗബ കൊണ്ട് കാര്യമില്ലെന്നു മാത്രമല്ല, അതൊരിക്കലും നിഷ്കളങ്കമായ തൗബയാവുകയില്ല എന്ന് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. നാലാമത്തെ കാര്യം, ഇനി ഞാൻ ആ തെറ്റിലേക്കില്ലെന്ന ദൃഢപ്രതിജ്ഞയെടുക്കണം. മനസ്സിനെ ബോധ്യപ്പെടുത്തണം, ആ തെറ്റ് എന്നെ നശിപ്പിച്ചു കളയും, എന്നെ നരകത്തിലേക്ക് എത്തിക്കും, എൻ്റെ സ്വർഗം നഷ്ടപ്പെടുത്തും. ഇല്ല, ഞാനിനി ആ തിന്മകളിലേക്കില്ല, ഞാനത് കാണില്ല, ഞാനിനി അത് കേൾക്കില്ല, ഞാൻ അങ്ങനെ പറയില്ല, ഞാൻ അവനുമായി ബന്ധപ്പെടില്ല എന്ന ദൃഢപ്രതിജ്ഞയാണ് നാലാമതായി ഉണ്ടാകേണ്ടത്. അൽ അസ്മു അലാ അദ്മിൽ ഔദതി ഇലൈഹി, ആ തെറ്റിലേക്ക് ഞാൻ ഇനി മടങ്ങില്ലെന്ന ദൃഢപ്രതിജ്ഞ മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തൗബത്തൻ നസുഹ എന്ന് പറഞ്ഞ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ ഒരു തൗബയാവുകയുള്ളൂ. അഞ്ചാമത്തെ കാര്യം, ഹക്കിടപാടുകളുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടണം എന്നതാണ്. മനുഷ്യനും തമ്മിലുള്ള തിന്മകളാണെങ്കിൽ റബ്ബ് ഏൽപ്പിച്ചതിന് പകരം മനുഷ്യനെ കൂടി ബാധിക്കുന്ന, തൻ്റെ സഹജീവികളെ കൂടി ബാധിക്കുന്ന തിന്മകളാണ് സംഭവിച്ചതെങ്കിൽ അത്തഹല്ലുലു മിൻ സ്വാഹിബിൽ ഹഖ് ഔ ഇഅതാഉ ഹഖഹു, അവൻ്റെ ബാധ്യത കൊടുത്തു വീട്ടണം. തൻ്റെ വാക്കവനെ വേദനിപ്പിച്ചോ മാപ്പ് ചോദിക്കണം. താൻ അവനെ ഉപദ്രവിച്ചോ ആ ഉപദ്രവം അവനെ നിക്ക് പുറത്തു തരണം എന്ന ബോധത്തോടെ മനുഷ്യരുമായി ബന്ധപ്പെട്ട തിന്മയാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അത് കൊടുത്തു വീട്ടാൻ, അത് പറഞ്ഞു തീർക്കാൻ സഹോദരങ്ങളെ സാധിക്കണം എന്നതാണ് അഞ്ചാമത്തെ കാര്യം. ചില ആളുകൾ തൗബ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ അന്യനോട് ചെയ്ത അരുതായ്മകൾക്ക് ഇതുവരെ മാപ്പ് ചോദിച്ചിട്ടില്ല. കൊടുത്തു വീട്ടേണ്ട ബാധ്യതകൾ ഇപ്പോഴും കൊടുത്തു വീട്ടിയിട്ടില്ല. കടമിടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ നിർബന്ധമായും തീർക്കണം. ചിലരെങ്കിലും അത് തൗബ കൊണ്ട് പുറത്തു കിട്ടുമെന്നാ വിചാരിച്ചത്. ഒരിക്കലുമില്ല സഹോദരങ്ങളെ. അസ്തഗ്ഫിറുല്ലാഹ് അതൂബു ഇലല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് തൻ്റെ സഹോദരന് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കാതെ റബ്ബ് നമുക്കത് പുറത്തു തരുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല. നമ്മുടെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് ഈ മയ്യത്തിന് ആരെങ്കിലും കടം കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഈ മയ്യത്ത് ആർക്കെങ്കിലും കടം തരാനുണ്ടെങ്കിൽ ഇന്നയാൾ ഏറ്റെടുക്കുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരാൾ ഏറ്റെടുത്താൽ ആ കടം വീടിയേക്കും. എന്നാൽ നമ്മൾ അയാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ
ആ വ്യക്തിക്ക് നമുക്കെങ്ങനെ ഇനി മാപ്പ് കൊടുക്കാൻ സാധിക്കും? ആ വ്യക്തിയിൽ നിന്ന് നമ്മളെങ്ങനെ മാപ്പ് ചോദിക്കും? അതുകൊണ്ട് മാപ്പ് ചോദിക്കുക, ഹക്കിടപാടുകൾ തീർക്കുക എന്നതാണ് അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സഹോദരങ്ങളെ, ആറാമത്തെ കാര്യം, നമ്മുടെ റബ്ബിന് മുന്നിൽ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയുക എന്നതാണ് നാം ചെയ്യേണ്ട കാര്യം. നാം ചെയ്ത തെറ്റുകൾ മറ്റുള്ളവരോട് പറഞ്ഞ് പരസ്യപ്പെടുത്തുന്നതിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയും അത് പാപം പുറത്തു കിട്ടാനുള്ള തടസ്സമായി മാറുമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ തന്നെയും അള്ളാഹുവിന് മുന്നിൽ അത് പറയാൻ, റബ്ബിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ്. അൽ ഇഅ്തിറാഫു ബിദ്ദംബ്, പാപങ്ങൾ റബ്ബിന് മുന്നിൽ ഏറ്റുപറയുക, അംഗീകരിക്കുക എന്നതാണ് സഹോദരങ്ങളെ നാം ചെയ്യേണ്ട ആറാമത്തെ കാര്യം. നോക്കൂ, ഇതിന് ആദ്യത്തെ മനുഷ്യൻ ആദം നബി തന്നെ നമുക്ക് മാതൃകയാണ്. തെറ്റുപറ്റിപ്പോയപ്പോൾ ആദം നബിയും ഭാര്യയും പ്രാർത്ഥിച്ചത് എന്താണ്? റബ്ബനാ ലലംനാ അൻഫുസനാ, അല്ലാഹുവേ ഞങ്ങളോട് തന്നെ തെറ്റ് ചെയ്തു പോയി, പാപികളാണ് ഞങ്ങൾ, ചെയ്യാൻ പാടില്ലായിരുന്നു ഞങ്ങൾ. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ, നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും അല്ലാഹ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം നെടുങ്കേതത്തോടെ തെറ്റ് ഏറ്റുപറഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കയ്യാലെ ഒരാൾ അബദ്ധവശാൽ കൊല്ലപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം നടത്തുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി ഇന്നി ലലംതു നഫ്സി ഫഗ്ഫിർലി, അല്ലാഹുവേ ഞാൻ എന്നോട് തന്നെ അക്രമം ചെയ്തു പോയി, അബദ്ധത്തിൽ സംഭവിച്ചതാണ്. എന്നിട്ട് മൂസ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് എന്താണ്? റബ്ബേ ഞാൻ എന്നോട് തന്നെ തെറ്റ് ചെയ്തു പോയി, പൊറുത്തു തരണേ അല്ലാഹ്, പൊറുത്തു തരണേ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ തീരുമാനം വരും മുമ്പേ നാട് വിട്ടുപോകാൻ തീരുമാനിക്കുകയും കപ്പലിൽ യാത്ര പോവുകയും കപ്പലിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും മത്സ്യം വിഴുങ്ങുകയും ചെയ്ത സന്ദർഭത്തിൽ യൂനുസ് നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന എന്താണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ അല്ലാതെ ആരാധനക്ക് അർഹനില്ല, സുബ്ഹാനക നീ എത്ര പരിശുദ്ധനാണ്, ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഞാൻ അക്രമികളിൽ പെട്ടുപോയി, ഞാൻ തിന്മ ചെയ്തവനായിപ്പോയി, ഞാൻ അബദ്ധം പറ്റി ചെയ്തവനായി, എനിക്ക് പുറത്തു തരണേ എന്ന് യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും ആ മത്സ്യം അദ്ദേഹത്തെ പുറന്തള്ളുകയും ചെയ്തത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏതെങ്കിലും ഒരാൾ വിഷമകരമായ സന്ദർഭങ്ങളിൽ യൂനുസ് നബി നടത്തിയ പ്രാർത്ഥന നിർവഹിച്ചാൽ ഏതാണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, അല്ലാഹുവേ നീ അല്ലാതെ ആരാധനക്ക് അർഹനില്ല, നീ എത്ര പരിശുദ്ധനാണ്, ഞാൻ തെറ്റുപറ്റിപ്പോയവനാണ് എന്ന് പറഞ്ഞാൽ അവനെ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിൻ്റെ നേതാവ് എന്ന പേരിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പോലും നമ്മൾ ചെയ്യുന്നത് എന്താണ്? അബൂഉ ലക ബിദംബി, അബൂഉ ലക ബിദംബി, എൻ്റെ തെറ്റ് റബ്ബേ ഞാൻ നിന്നോട് ഇതാ ഏറ്റുപറയുന്നു, ഞാൻ തെറ്റ് ചെയ്തവനാണ് എന്ന് റബ്ബിന് മുന്നിൽ സമ്മതിക്കുക എന്നതാണ് സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കേണ്ട ആറാമത്തെ കാര്യം. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സന്നിധിയിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, റസൂൽ അങ്ങനെക്കൊരു ദുആ പഠിപ്പിച്ചു തരണം, എൻ്റെ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം. ആരാ ചോദിക്കുന്നത്? ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം സ്വർഗത്തിൽ പോകുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആരാണോ ചോദിക്കുന്നത്? മനുഷ്യരിൽ ആദ്യം സ്വർഗത്തിൽ പോകുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകന്റെ സ്വാഹിബായി ഖുർആൻ പരിചയപ്പെടുത്തിയ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നന്നായി അറിയുന്ന പ്രവാചകൻ പറയുകയാണ്, കുൽ, അബൂബക്കറെ താങ്കൾ പറയണം, അല്ലാഹുമ്മ ഇന്നി ലലംതു നഫ്സി ളുൽമൻ കസീറാ, അല്ലാഹുവേ ഞാൻ എന്നോട് തന്നെ ധാരാളം അക്രമം ചെയ്തവനാണ്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തവനാണെന്ന് പറയൂ അബൂബക്കറെ എന്ന് തെറ്റുകൾ താരതമ്യേന കുറഞ്ഞ അബൂബക്കർ റളിയല്ലാഹുവിനോട് അതിനെക്കുറിച്ച് അറിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, തെറ്റുകൾ റബ്ബിന് മുന്നിൽ ഏറ്റുപറയുക എന്നത് വളരെ ഗൗരവത്തിൽ നാം ചെയ്യേണ്ട കാര്യമാണ്. ഏഴാമത്തെ കാര്യം, നമ്മുടെ മനസ്സിൻ്റെ ഖേദം കണ്ണുനീരായി പുറത്തു വരണം എന്നതാണ്. കണ്ടമിടറണം, ഹൃദയം വിതുമ്പണം, കണ്ണ് നനയണം. ആത്മാർത്ഥമായ തൗബയാണെങ്കിൽ, ഹൃദയത്തിൽ തട്ടിയ തൗബയാണെങ്കിൽ അതുവഴി നമ്മുടെ കണ്ണുകൾ കണ്ണുനീർ പൊഴിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യലിജുന്നാർ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ പേടിച്ച് തൻ്റെ പാപങ്ങൾ ഓർത്ത് കരയുന്നവനുണ്ടല്ലോ അവൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ തെറ്റ് ചെയ്തവരാണ്, നമ്മളൊക്കെ തൗബ ചെയ്തവരുമാണ്. പക്ഷേ മനസ്സറിഞ്ഞൊരു തൗബ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കണ്ണു നിറയുന്ന, ചുണ്ട് വിറക്കുന്ന
ഹൃദയം വിതുമ്പുന്ന കണ്ടമിടറുന്നൊരു തൗബ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നിരന്തരമായി ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ അതിനേറ്റവും നല്ല സന്ദർഭം അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. സ്വർഗം വാങ്ങുന്ന ആളുകൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സന്ദർഭങ്ങളിൽ, തഹജ്ജുദിന്റെ വേളകളിൽ, രാത്രിയുടെ 1/3 ബാക്കിയാകുന്ന സന്ദർഭങ്ങളിൽ, രാത്രിയുടെ അവസാന വേളകളിൽ അവർ അസ്തഗ്ഫിറുല്ലാ 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 എന്ന് ധാരാളമായി ചൊല്ലുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നോമ്പുകാരാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസു ദഅവാത്തിൻ ലാ തുറദ്ദ്. 3 പ്രാർത്ഥനകളുണ്ട്, തിരസ്കരിക്കപ്പെടുകയില്ല, ഉത്തരം ചെയ്യാതെ പോവുകയില്ല. ദഅവത്തുൽ വാലിദ്, മാതാപിതാക്കളുടെ പ്രാർത്ഥന. വദഅവത്തുസ് സ്വായിം, നോമ്പുകാരൻ്റെ പ്രാർത്ഥന. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ പ്രാർത്ഥന. മാതാപിതാക്കളുടെ പ്രാർത്ഥന പോലെ, നോമ്പുകാരൻ്റെ പ്രാർത്ഥന പോലെ, യാത്രക്കാരൻ്റെ പ്രാർത്ഥന പോലെ പ്രത്യേകം പഠിപ്പിച്ച സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ആത്മാർത്ഥമായി റബ്ബിനോട് നിരന്തരമായി പ്രിയമുള്ളവരെ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഈ 7 നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും റബ്ബിലേക്ക് തൗബ ചെയ്യുന്നതെങ്കിൽ നാം നിരാശരാകേണ്ട. അല്ലാഹു പറയുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. സ്വന്തം ആത്മാവുകളോട് തെറ്റു ചെയ്തു പോയ എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകണ്ട, നിങ്ങൾ നിഷ്ക്രിയരാകണ്ട, നിങ്ങൾ വല്ലാതെ ബേജാറായി പോകണ്ട. മറിച്ച് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും പൊറുക്കാൻ അള്ളാഹു തയ്യാറാണ്. അല്ലാഹ് എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അവനാകുന്നു ഏറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നിരാശയൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ റബ്ബിലേക്ക് മടങ്ങാൻ നാം തയ്യാറാണെങ്കിൽ, ഇനി ഞാൻ ഒരു തിന്മയും ഇല്ല, ഈ റമദാൻ എന്നെ മാറ്റും, ഈ റമദാൻ കഴിയുമ്പോഴേക്കും പാപങ്ങളിൽ നിന്ന് ഞാൻ സുരക്ഷിതനാകും എന്നൊരു പ്രതിജ്ഞയോടെ നാം തയ്യാറാണെങ്കിൽ, പിന്നെ ഞാൻ തെറ്റ് ചെയ്താലും ഞാൻ തൗബ ചെയ്താലും ആളുകൾക്കിടയിൽ ഞാൻ തെറ്റുകാരനല്ലേ എന്ന ചിന്തയൊന്നും നമുക്ക് വേണ്ട. കാരണം തെറ്റ് സംഭവിച്ചു പോയവർക്ക് പ്രതീക്ഷ നൽകുന്നൊരു ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബ ലഹു. തെറ്റിൽ നിന്ന് തൗബ ചെയ്തവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. നമ്മുടെ റബ്ബിൻ്റെ മുന്നിൽ നാം തെറ്റ് ചെയ്യാത്തവനെ പോലെ സുരക്ഷിതനാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനും വെള്ളിയാഴ്ചയുമൊക്കെ ഒത്തുവന്നിട്ടുള്ള ഈ സന്ദർഭങ്ങളിൽ റബ്ബിലേക്ക് ഏറെ തൗബ ചെയ്ത് മനസ്സിനെയും ജീവിതത്തെയും ശുദ്ധീകരിക്കാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ഖുതുബയിൽ സൂചിപ്പിച്ചത്. നമ്മുടെ തൗബ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ തൗബയായി തീരണമെന്നും നമ്മുടെ തൗബ നിഷ്കളങ്കമായ തൗബയാണോ എന്നറിയാനുള്ള 7 കാര്യങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന്, എൻ്റെ റബ്ബ് എനിക്കെല്ലാം പുറത്തു തരും എന്ന ശുഭപ്രതീക്ഷയും. രണ്ടാമത്തേത്, ചെയ്തു പോയതിലുള്ള അങ്ങേയറ്റത്തെ ഖേദവും. മൂന്നാമത്തേത്, ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാകലും. നാലാമത്തേത്, ഇനി ആ തെറ്റിലേക്കില്ല എന്ന പ്രതിജ്ഞയെടുക്കലും. അഞ്ചാമത്തേത്, ഹക്കിടപാടുകൾ കൊടുത്തുവീട്ടലും. ആറാമത്തേത്, തൻ്റെ തെറ്റുകൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യലും. ഏഴാമത്തേത്, മനസ്സിൻ്റെ ഖേദം കണ്ണുനീരായി പുറത്തു വരലുമാണ് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു തൗബയാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തെറ്റുകൾ ചെയ്യുന്നവർക്ക് ആ തിന്മകളിൽ തുടരാനും
തിന്മകളെ നിസ്സാരവൽക്കരിക്കാനും എല്ലാം അള്ളാഹു പുറത്തു തരുമല്ലോ എന്ന ചിന്തയോടെ തിന്മയിൽ തുടരാനുമുള്ള ലൈസൻസ് അല്ല, അതിനുള്ളൊരു പ്രക്രിയയല്ല തൗബ എന്ന് പറയുന്നത്. മറിച്ച് തെറ്റുപറ്റിപ്പോയവർക്ക്, ആ തിന്മകളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക്, എൻ്റെ ജീവിതം ശുദ്ധമാക്കണം എന്ന് തീരുമാനമെടുക്കുന്നവർക്ക്, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കണമല്ലോ എന്ന ഭയമുള്ളവർക്ക്, അള്ളാഹുവിനെ കണ്ടുമുട്ടണമല്ലോ എന്ന ഓർമ്മയുള്ളവർക്ക് പരിഹാര മാർഗമാണ് തൗബ എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നമ തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാല, അറിവുകേടുകൊണ്ട് തെറ്റുകൾ പറ്റിപ്പോവുകയും എന്നിട്ട് സുമ്മ യതൂബൂന മിൻ ഖരീബ്, ഉടനടി തൗബ ചെയ്യുകയും ചെയ്യുന്നവരാരോ അവർക്കാണ് അള്ളാഹു തൗബ ഏറ്റെടുത്തിട്ടുള്ളത് എന്നാണ്. അള്ളാഹു തൗബ കൊടുക്കാമെന്ന് ബാധ്യത ഏറ്റിട്ടുള്ളത് ആർക്കാണ്? ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാല, അറിവില്ലായ്മ കൊണ്ട് തെറ്റുപറ്റിപ്പോവുകയും സുമ്മ യതൂബൂന മിൻ ഖരീബ്, ഉടനടി തൗബ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, അവരുടെ മേൽ അള്ളാഹു തൗബ സ്വീകരിക്കും. വകാന അല്ലാഹു അലീമൻ ഹകീമ, അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ തൗബ ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ നമ്മെ അങ്ങേയറ്റം ശിക്ഷിക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ റബ്ബ്. നേരത്തെ പറഞ്ഞ എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കൂ, ഞാൻ ഏറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ് എന്ന് പറയാൻ പഠിപ്പിച്ച ആയത്തിൻ്റെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു വഅന്ന അസാബി ഹുവൽ അസാബുൽ അലീം, വഅന്ന അസാബി, എൻ്റെ ശിക്ഷയുണ്ടല്ലോ, ഹുവൽ അസാബുൽ അലീം, അത് വേദനയേറിയ ശിക്ഷയാണ് എന്നും പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ. ഞാൻ ഏറെ പൊറുക്കും, ഞാൻ ഏറെ കരുണ കാണിക്കും എന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് അല്ല പറയാണ് എൻ്റെ ശിക്ഷയുണ്ടല്ലോ, കഠിനമായ ശിക്ഷയാണെന്നും പഠിപ്പിച്ചു കൊടുക്കൂ പ്രവാചകരെ. സൂറത്ത് ഗാഫിർ 40-ാം അധ്യായം ആരംഭിച്ചത് തന്നെ എങ്ങനെയാണ്? ഗാഫിരി ദംബ്, പാപം പൊറുക്കുന്നവനാണവൻ. ഖാബിലി തൗബ്, തൗബ സ്വീകരിക്കുന്നവനാണവൻ. ഷദീദിൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണവൻ. തൗബ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ, പൊറുക്കലിനെ തേടാൻ തയ്യാറല്ലെങ്കിൽ, പാപങ്ങളിൽ നിന്ന് മുക്തരാകാൻ ഇനിയും മനസ്സില്ലെങ്കിൽ, റമദാൻ വന്നിട്ടും ജീവിതം നന്നാക്കുന്നില്ലെങ്കിൽ, ഷദീദിൽ ഇഖാബ്, അതികഠിനമായി ശിക്ഷിക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ച വചനം 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 70-ാമത്തെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാനിൻ്റെ ഗുണങ്ങൾ പറഞ്ഞിട്ട് അവർ തൗബ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ് ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹാ, തൗബ ചെയ്യുകയും വിശ്വസിക്കുകയും നല്ല നല്ല കർമ്മങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകൾ കൂടി നന്മകളാക്കി അല്ലാഹു മാറ്റിത്തരും. അവർക്ക് സംഭവിച്ചു പോയ അബദ്ധങ്ങൾക്ക് പകരം പ്രതിഫലം അല്ലാഹു നൽകും. അവർ തൗബ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അവർ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ, അവർ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ഇനി തുടരാൻ സന്നദ്ധനാണെങ്കിൽ, അവർ ചെയ്ത തെറ്റുകൾ പോലും അവർക്ക് ഞാൻ നന്മയാക്കി കൊടുക്കും. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ കാണിക്കുന്നവനുമാണ് എന്നാണ്. വിശ്വാസികളെ, തെറ്റുപറ്റിപ്പോയി നമുക്ക് റബ്ബിൻ്റെ മുന്നിൽ ആത്മാർത്ഥമായി നമുക്ക് തൗബ ചെയ്യാം. എൻ്റെ ഹൃദയത്തിൽ ഇനി ആരോടും വിദ്വേഷമില്ല, എനിക്കാരോടും ദേഷ്യമില്ല, ഞാൻ ഒരാൾക്കും സാമ്പത്തിക ഇടപാടുകൾ കൊടുത്തു വിട്ടാനില്ല, എല്ലാം ഞാൻ ശരിയാക്കും, പറഞ്ഞു തീർക്കും. എൻ്റെ വാക്കുകൊണ്ട് ഒരാൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ നോട്ടം കൊണ്ട് ഒരാൾ പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇല്ല, ഇനി ഞാൻ അതിലേക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ആത്മാർത്ഥമായ തൗബയോടെ ഈ റമദാൻ നമ്മെ മാറ്റണം എന്ന ചിന്തയോടെ മുന്നേറുക. അള്ളാഹു അതിനു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു തരണം റഹ്മാനെ. നിൻ്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അള്ളാഹ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്, അവർക്ക് നീ ശിഫയും ശമനവും സൗഖ്യവും ആരോഗ്യവും ആയുസ്സും തിരിച്ചു കൊടുക്കണം റഹ്മാനെ. കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവരുണ്ട്, അവർക്കതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് സ്വാലിഹുകളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. മക്കളിലൂടെ പരീക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കൾക്ക് അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا
إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.